സാറേ, ഇന്ത്യൻ ഭരണഘടന പ്രകാരമേ ഈ ഉപമുഖ്യമന്ത്രിമാർ എത്ര വേണമെങ്കിലും ആകാമല്ലോ, 2, 3, 4, 5 ഒക്കെ ആകാം. പക്ഷെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ UDF ആണ് ജയിച്ച് വരുന്നതെങ്കിൽ അത്തരത്തിലൊരു പ്രതിസന്ധി വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട് സാർ. ഒരു മുഖ്യമന്ത്രിയിൽ നിർത്താൻ കഴിയുമോ? ഇപ്പം തന്നെ 5 മുഖ്യമന്ത്രിമാരാണ് ആദ്യം അവരിൽ പറഞ്ഞു കേട്ടത്. VD സതീശൻ, രമേശ് ചെന്നിത്തല, കെ സുധാകരൻ, അടൂർ പ്രകാശ്, രമേശ് ചെന്നിത്തല, ഇങ്ങനെ 5 മുഖ്യമന്ത്രിമാർ അവരുടെ ഭാഗത്തു നിന്ന് വന്നതാണ്. ആ നിലയിൽ നിന്ന് ഇപ്പോൾ അത് 3ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. KC വേണുഗോപാൽ ഉൾപ്പെടെ അങ്ങനെ 5 ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ 2 പേര് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കെ സുധാകരൻ മാറിയിട്ടുണ്ട്, അടൂർ പ്രകാശും മാറി കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പം 3 പേര് അതുപോലെ നിലനിൽക്കുകയാണ്. അപ്പം എന്താവും സർ സ്ഥിതി? നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടോ 3 പേരെ വെക്കാനായിട്ട്? അല്ല സാറേ, അതിപ്പോഴേ തിരഞ്ഞെടുപ്പ് വരെ പ്രണയം, തിരഞ്ഞെടുപ്പിന് ശേഷം കലഹം, ഡിവോഴ്സ് നടക്കും, കല്യാണം ഇപ്പോൾ ഗംഭീരമായിട്ട് നടക്കും, മധുവിധു ഇപ്പം നടക്കും. ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ മധുവിധു നടക്കും. അത് കഴിഞ്ഞ് അധികം താമസിക്കാതെ ഡിവോഴ്സും നടക്കും. അതിന് സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഈ ഇക്വേഷൻ സാറ് പറഞ്ഞനുസരിച്ച് വേണമെങ്കിൽ ഒരു മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിമാരെ വെച്ചാലും ശരിയാകത്തില്ല, ലീഗ് ചുമ്മായിരിക്കും. അപ്പോൾ 3 ഉപമുഖ്യമന്ത്രിമാരെ വെക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ഒരു മുഖ്യമന്ത്രിയും 3 ഉപമുഖ്യമന്ത്രിമാരും വന്നെങ്കിലേ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ പറ്റുള്ളൂ, ഇപ്പോഴത്തെ നിലയ്ക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ആദ്യത്തെ പ്രശ്നം ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതൊരു നിസ്സാര കാര്യമല്ല. കാരണം ഒരു യോഗത്തിൽ PJ കുര്യനാണ് വിവാദത്തിന് തിരികൊളുത്തി. അദ്ദേഹം പറഞ്ഞു, രമേശ് ചെന്നിത്തലയെ വേദിയിൽ ഇരുത്തിയാണ് പറഞ്ഞത്, രമേശ് ചെന്നിത്തല വേണം കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ. അതിനകത്ത് അദ്ദേഹത്തിന് സംശയമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കാണ്. അധികം താമസിക്കാതെ അതിനൊരു പ്രതികരണം കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ടായി. കെ സുധാകരനും പറഞ്ഞു മുഖ്യമന്ത്രിയാണെങ്കിൽ അത് രമേശായിരിക്കണം. രമേശ് ചെന്നിത്തല വളരെ സമർത്ഥനായതുകൊണ്ട് അതിനെ അതിജീവിച്ചത്. അതൊക്കെ ഇലക്ഷൻ കഴിയട്ടെ, ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ആരാ സാറേ? KC വേണുഗോപാൽ തീരുമാനിക്കും. വേറെ വലിയൊരു KC വേണുഗോപാലിൻ്റെ പേര് KC വേണുഗോപാൽ തന്നെ നിർദ്ദേശിക്കുകയും അദ്ദേഹം തന്നെ പിന്താങ്ങുകയും അദ്ദേഹം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുകയല്ലേ അതിൻ്റെ ഒരു രീതി. സാർ, പണ്ട് നെയ്യപ്പം പതുത്ത് വെച്ച കുരങ്ങൻ്റെ കഥ കേട്ടില്ലേ സാർ? 2ആയിട്ട് പതുക്കുമ്പോൾ ഒരെണ്ണം ചെറുതായിപ്പോയി, ഒരെണ്ണം വലുതായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യും? ഈ ചെറുതിനെ അയാളെ കഴിക്കും, എന്നിട്ട് ഇതിനെ പതുക്കാമെന്ന് പറയും. ഇതിനെ പതുത്തെടുക്കുമ്പം അതിൽ ഒരെണ്ണം ചെറുത്, ഒരെണ്ണം വലുത്. അയ്യോ, അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്ക് തരും, അതും ഞാൻ കഴിക്കും എന്ന് പറഞ്ഞ പോലെ നെയ്യപ്പം മുഴുവൻ ഈ ഹൈക്കമാൻഡ് തന്നെ കഴിക്കും. എന്തായാലും ഈ കാത്തിരിക്കുന്നവൻ്റെ നോക്കിയിരിക്കും, ഇതാ പതുക്കുന്നു, എനിക്ക് ആ പീസ്, വീണ്ടും പതുക്കുന്നു, അതും എനിക്ക് പീസ് എന്ന് വിചാരിച്ചിരിക്കും. അല്ല, അവർ നിശബ്ദരായിട്ടിരിക്കുമോ? ഇല്ലില്ല, നിശബ്ദരായിട്ടിരിക്കില്ല. പക്ഷേ പിന്നെ ഈ മധുവധു സാറ് പറഞ്ഞല്ലേ, മധുവധു കഴിഞ്ഞാൽ ഉടനെ കലഹം ഉണ്ടാക്കിയാൽ പ്രശ്നമാവും. കാരണം ഇനി അഥവാ ഭരണം കിട്ടി പുറത്തു നിൽക്കുന്നത് പിണറായി വിജയനാണെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ പോലെ ആയിരിക്കില്ല പിണറായി വിജയൻ്റെ പ്രവർത്തനം. എപ്പോൾ തള്ളിയിടാനുള്ള മാർഗം എന്ത് കിട്ടുമോ അത് ചെയ്യും. പിന്നെ കേന്ദ്രത്തിൽ BJP ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ അലമ്പ് നടന്നാൽ പിരിച്ചുവിടുന്നതിന് വലിയ ബുദ്ധിമുട്ട് വരില്ല, എണ്ണം മാറി കിട്ടുകയാണെങ്കിൽ. കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ആർക്കും പിരിഞ്ഞു പോകാനൊന്നും വിഷമമില്ല എന്നുള്ളത് നമ്മൾ ഈ ഇലക്ഷന് മുമ്പ് തന്നെ കഴിഞ്ഞു. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇത്രയും കോടികൾ മുടക്കി, സാറേ 7 കോടി 8 കോടിയൊക്കെയാണ് ഓരോരുത്തർ ഇപ്പം തന്നെ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നത് ഓരോ മണ്ഡലത്തിലും ഇറക്കാനായിട്ട്. ഇതൊക്കെ തിരിച്ചു പിടിക്കണ്ടേ സാറേ? അപ്പം അതിന് മന്ത്രി ആയാലേ പറ്റുള്ളൂ. മുഖ്യമന്ത്രി ആണെങ്കിൽ മുഖ്യമന്ത്രി, ഇല്ലെങ്കിൽ ഒരു മന്ത്രിയെങ്കിലും ആയാലേ പറ്റുള്ളൂ. വെറും MLA ആയിരുന്നിട്ട് പോലും കാര്യമില്ല. കാരണം 5 വർഷം കൊണ്ട് ഇത് പിടിക്കണ്ടേ സാറേ? 5 കോടിയാണെങ്കിൽ പോലും ഒരു വർഷം 1 കോടി രൂപ പിടിക്കട്ടെ. 5 വർഷമല്ലേ ഉള്ളൂ കാലാവധി. ഈ 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ എത്രയാ? ഏതാണ്ട് ഒരു മാസം, പിന്നെ ഒരു വർഷം 1 കോടി, 5 കോടി എന്ന് പറയുമ്പോൾ ഒരു വർഷം 1 കോടി, അങ്ങനെയല്ല 5 വർഷം. അപ്പോൾ ഒരു മാസം എത്ര വരുന്നു? ഏതാണ്ട് 20 ലക്ഷം രൂപ വീതം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരു വർഷം, ഒരു മാസം 20 ലക്ഷം രൂപ എങ്ങനെ സാറേ സമ്പാദിക്കുന്നത്? അല്ല, ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പറയുന്നില്ല സാർ, ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം ഞാൻ പറയാം. ഈ നിയോജകമണ്ഡലത്തിലെ ആസ്തി വികസന ഫണ്ട് എന്ന് പറഞ്ഞൊരു കലാപരിപാടി സാർ കണ്ടിട്ടുണ്ട്. ഈ ആസ്തി, സത്യം പറഞ്ഞാൽ ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം ഞാൻ കേട്ട ഏറ്റവും മനോഹരമായ ഒരു ടേമാണ് ആസ്തി വികസന ഫണ്ട്. ആരുടെ ആസ്തി വികസിക്കുന്നത്? MLA. അതായത് 20% ആണ് ഇപ്പം.
20%. അത് പഞ്ചായത്ത് മെമ്പർക്ക് 20% ആണ് സാറേ. അപ്പോൾ പിന്നെ MLA-ക്ക് കുറയാൻ വഴിയില്ലല്ലോ. അല്ല, പഞ്ചായത്ത് മെമ്പർക്ക് ഇത്രയല്ലേ അത് പിന്നെ ചെറിയതേ ഉള്ളൂ, ഒരു പാല, ഒരു ഓട, ഒരു തോട്. പിന്നെ പഞ്ചായത്ത് മെമ്പർ ഇത് വാങ്ങിച്ചാൽ തന്നെ നാട്ടുകാരെല്ലാം അറിയും. അല്ല, അത് പിന്നെ ഈ പല വഴി കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് ചിലപ്പം കൂടുതൽ നോട്ടീസ് ചെയ്യാതെ അങ്ങ് പോയിക്കോളും. ഇതങ്ങനെയല്ല, ഇത് വലിയ സ്വത്താണ്. അല്ല, ഇതൊന്നും അറിയണ്ട. അതായത് MLA-യുടെ ഓഫീസ് MP-യുടെ ഓഫീസായിട്ട് ബന്ധപ്പെടുക. ഇത് കോൺട്രാക്ട് കൊടുക്കുന്ന ആളുകൾ അവരവിടെ ഇത് കൃത്യമായിട്ട് ചെയ്തോളും. വലിയ ലാഭമുള്ള ഒരു കോൺട്രാക്ട് ഈ ബസ് ഷെൽട്ടറാണ്. അതിന് വലിയ ലാഭമാണ്. അതുപോലെ തന്നെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ. പിന്നെ ഈ അടുത്ത സമയത്ത് സാറേ ഞങ്ങൾ പിന്നെ എല്ലാം കൂടെ യാത്രക്കിടയിൽ കുളം നവീകരണം ഭയങ്കരമാണ് സാറേ. ചുമ്മാ ഒരു ബണ്ട് 4 സൈഡ് കെട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിന് 50 ലക്ഷം ഇന്ന MLA-യുടെ വക, 1 കോടി ഇന്ന MLA-യുടെ വക എന്നൊക്കെ എഴുതിക്കും. അവിടെ ടൈൽസ് ഇടും. നമുക്കറിയാലോ, ഒരു വീട് ടൈൽസ് ഇടുന്നതിന് പോലും എത്ര പണമാവും നമുക്കറിയാലോ. അല്ല, അതിനകത്തൊരു ഒരു സർഗാത്മകമായ ഒരു കാര്യം കൂടെ ഉണ്ട്. MLA വന്ന് കുളം കുഴിക്കുക എന്ന് പറഞ്ഞാലേ 150 MLA-മാരും കുളം കുഴിക്കാൻ ഇറങ്ങും. അപ്പൊ അങ്ങനെ അതാണല്ലോ നമ്മുടെ ജനാധിപത്യം പറഞ്ഞെങ്കിൽ അങ്ങനെ. അപ്പൊ MLA-മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് കുറച്ച് കാശ് അവർക്ക് തിരിച്ചു പിടിക്കാം. 20% കൃത്യമായിട്ട് അവർക്കുണ്ട്. അത് തിരിച്ചു പിടിക്കാം. ജനങ്ങൾക്ക് മനസ്സിലാകാതെ പോയത്, ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ ആസ്തിയാണെന്നാണ്. ഈ പൊതുജനം കരുതുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ MLA-യുടെ ആസ്തി അങ്ങനെ വികസിക്കാൻ, MP-യുടെ ആസ്തി, MP ഇക്കാര്യത്തിലൊന്നും കുഴപ്പമില്ല, അതിനൊരു പ്രൊവിഷനുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇത് തീരത്തില്ല. അപ്പോൾ പിന്നെ MLA ആയതുകൊണ്ട് കുറച്ച് വകുപ്പ് കിട്ടിയാലും പോരാ സാറേ, നല്ല വകുപ്പ് കിട്ടിയിട്ട് അല്ലേ. ഇപ്പൊ ഏറിയും കുറഞ്ഞ എല്ലാ എക്സൈസ് ഒക്കെ നല്ല വകുപ്പാണ്. അങ്ങനെ കിട്ടിയെങ്കിൽ മതി എക്സൈസ് വകുപ്പായി. അപ്പോൾ ഇത്തരം വകുപ്പുകൾ കിട്ടിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പം ഒന്ന്, മുഖ്യമന്ത്രിയുടെ അടി ആദ്യം നടക്കും. അത് കഴിഞ്ഞ് വകുപ്പിനുള്ള അടി രണ്ടാമത് നടക്കും. അപ്പോൾ മുഖ്യമന്ത്രിയാകാനുള്ള അടി നടക്കും. പിന്നെ മന്ത്രിസഭ കയറാനുള്ള അടി നടക്കും, 2ാം ഘട്ടം. 3ാം ഘട്ടം വകുപ്പിനുള്ള അടിയും നടക്കും. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചു കാലത്തേക്ക് ഇത് കലാപരിപാടികൾ കാണാനുള്ള ഒരു അവസരം UDF ഉണ്ടാക്കി തരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. പിന്നെ ഇവർ പത്രം വായിക്കാനും TV കാണാനും രസം, ഇനി നല്ല രസമായിരിക്കും. നമ്മളെ ഈ ത്രില്ലർ സിനിമ, ക്രൈമും സെക്സും സ്റ്റണ്ടും എല്ലാം സമീകൃതമായി ചേർത്തിരിക്കുന്ന കോമഡി സ്കിറ്റുകളെല്ലാം അതിൻ്റെ ലക്ഷണത്തിലേക്കാണ് പോകുന്നത്. പിന്നെ സാറ് മുമ്പേ സൂചിപ്പിച്ച പോലെ പിണറായി വിജയൻ പ്രതിപക്ഷത്തിരിക്കാൻ വരുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് സാധ്യത കുറവാണ്. അധികാരം പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടക്കുന്ന കലാപത്തെക്കുറിച്ച് നമുക്കതൊരു വേറെ ടോപ്പിക്കാണ്. എങ്കിലും നമ്മളിത് മന്ത്രിമാരുടെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറയാത്തത്. പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം വരാൻ സാധ്യത. കാരണം പ്രതിപക്ഷ നേതാവിന് ഈ 40 കാറിൻ്റെ അകമ്പടിയും പിന്നെ ഫയർ എഞ്ചിനും സെക്യൂരിറ്റി നമ്മൾ നോക്കിയാലേ അമേരിക്കൻ പ്രസിഡന്റ് സെക്യൂരിറ്റിയും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ഈക്വലാണ്. രണ്ടുപേരുടെയും സെക്യൂരിറ്റി മോട്ടോർ കേഡാണ് പോകുന്നത്, ഒരേ നിരത്തിലുള്ള മോട്ടോർ കേഡാണ് പോകുന്നത്. പിന്നെ ഫയർ എഞ്ചിനുണ്ട്, ആംബുലൻസ് ഉണ്ട്. ഒറ്റ കുറവേ ഉള്ളൂ, ഈ മോട്ടോർ കേഡ് പോകുമ്പോഴേ മുകളിൽ ഹെലികോപ്റ്റർ ഇല്ല. അമേരിക്കൻ പ്രസിഡന്റ് പോകുമ്പോൾ ഹെലികോപ്റ്റർ ഉണ്ട്. അതിനിപ്പോൾ 3ാം ടൈം കിട്ടുകയെന്ന് ഹെലികോപ്റ്റർ വരും, അതിന് സംശയിക്കേണ്ട. അപ്പോൾ എന്തായാലും ശരി, ഈ പ്രതിപക്ഷ നേതാവ് ആരായാലും ശരി, മുഖ്യമന്ത്രി ആരായിട്ട് വരും എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു രൂക്ഷമായ അടി UDF-ൽ നടക്കും. അതിൻ്റെ റിഹേഴ്സലാണ് നമ്മളിപ്പോൾ കേട്ടത് സുധാകരനിലൂടെയും PJ കുര്യനിലൂടെയും. മത്സരം നടക്കുന്നതിനിടയിൽ തന്നെ അല്ലേ? അതെ. അപ്പോൾ ചെറുപൂരമാണ് കണ്ടത്. വലിയ പൂരം വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടാവുന്നതാണ് ഈ വലിയ പൂരം. കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.